സാറേ, നിങ്ങൾ എവിടേക്കാണ് സാറേ പോണ്? നിങ്ങൾ എന്താ സ്ത്രീനെ ആ പെണ്ണിനെ നോക്കാത്തെന്താ? നിങ്ങൾ ആ പെണ്ണിനെ നോക്കി, ഓളാണ് ആന കള്ളത്തി. കുറെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൽ തലനാത്തി നിൽക്കുന്ന ഒരു സ്ത്രീ പെട്ടെന്ന് ഞങ്ങളുടെ ഇൻസ്പെക്ടർ എന്റെ മുന്നിലുണ്ട്, ഞാൻ തൊട്ട് പുറകിലാണ്. ഇൻസ്പെക്ടർ തൊട്ടടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഷർട്ടിന് കയറി പിടിച്ചു, കോളറിൽ പിടിക്കുന്ന മാതിരി ഇങ്ങനെ പിടിച്ചു. ആദ്യത്തെ 2.5 മണിക്കൂറിനുള്ളിൽ 22 വിളികൾ വന്നു. ഒരു വിളി മാത്രം ഒരു സ്ത്രീ വിളിച്ചിരുന്നു. ബാക്കി 21 കോളുകളും എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ ഒരു ഇൻഫർമേഷൻ ശ്രദ്ധിച്ച് കേട്ടോളൂ. ബാക്കി 21 കോളുകളും ഈ സാധനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉപഭോക്താക്കളായിരുന്നു. ഇതിൽ 18 പേരെ ഞങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന് ഞങ്ങളുടെ കുറ്റിപ്പുറം ഞങ്ങളുടെ ഓഫീസിന്റെ ലോക്കപ്പിന്റെ മുന്നിൽ ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കുകയാണ്. കുത്തിരൂര് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ വന്ന് ഞങ്ങൾ പോയി. ഒരു ഭാര്യയും ഭർത്താവും ബൈക്കിൽ വരും. ഭാര്യയും ഭർത്താവും ഒന്നല്ല, അത് ആണും പെണ്ണുമാണ്. ഭാര്യയും ഭർത്താവും ഒന്നല്ല, ഒരു ബൈക്കിലാണ് വരിക. വൻതോതിൽ ഒരു മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവരുന്ന ആളാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. കൃത്യമായിട്ട് ഞങ്ങൾ വന്നു, പിടിച്ചു. ആ സ്ത്രീയെ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് അവർ പൂർണ്ണ ഗർഭിണിയാണ്. അത് വല്ലാത്തൊരു സങ്കടം തോന്നി ഞങ്ങൾക്ക്. ചിലപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറിലേക്ക് നമ്മളാരെങ്കിലും ബൈക്കിൽ പോകുമ്പോൾ ആ നമ്പർക്ക് വിളിച്ചിട്ട് നമ്മളോട് വല്ല ദേഷ്യം ഉണ്ടെങ്കിൽ പിന്നെ ആ വണ്ടി നമ്പറിൽ ഒരു ചങ്ങായി വരുന്നുണ്ട്, ഓൻ്റെ അടുത്ത് മറ്റേ ഉണ്ടിട്ടാ എന്ന് പറഞ്ഞാൽ പോലീസും എക്സൈസും നോക്കും. അപ്പോൾ അങ്ങനെയും ചിലപ്പോൾ ഇല്ലാത്ത ഇൻഫർമേഷനും ചിലപ്പോൾ പാസ് ചെയ്തെന്ന് വരാം. അപ്പോൾ ഈ ഗർഭിണിയായ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് സംശയം, അയ്യോ ഇവരൊരു ഗർഭിണിയായ സ്ത്രീയാണല്ലോ, അവരൊരിക്കലും ഇത് ചെയ്യില്ല. അവർ ഈ സമയത്ത് അവരെ നമ്മൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്, ഒരു പോലീസൊക്കെ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പം അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് കരുതിയിട്ട് ഞങ്ങൾ ആ സ്ത്രീയോട് പറഞ്ഞു, അനിയത്തി നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഒരു ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് ഞങ്ങളൊരു ഫോർമാലിറ്റിക്ക് ഒന്ന് വണ്ടി നോക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ പോയിട്ട് ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ പമ്പിൽ വെച്ചിട്ടാണ്, ഒരു പമ്പിലാണ്. ആ പമ്പിൻ്റെ ഉള്ളിൽ ഒരു കസേര ഇട്ട് കൊടുത്ത് അവരവിടെ ഇരുന്നു. വളരെ പ്രയാസപ്പെട്ട നടക്കണേ, പൂർണ്ണ ഗർഭിണിയാണ്. അതൊക്കെ പരിശോധിച്ചു, ഇറങ്ങി, ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ സ്വമേധയാ പരസ്പരം പഴിച്ചുകൊണ്ട് ആരാണ് ഇൻഫർമേഷൻ വിളിച്ച് പറഞ്ഞ് വെറുതെ ആ പാവപ്പെട്ട സ്ത്രീക്ക് സങ്കടമായി ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഞങ്ങൾ ജീപ്പ് കയറാൻ പോകുമ്പോൾ ഈ വിളിച്ചു പറഞ്ഞ ആൾ ഇവിടെ എവിടെയോ നോക്കി നിൽക്കുക കൃത്യമായിട്ട്. ആരാണെന്ന് നമുക്കറിയില്ല. അയാളിത് കൃത്യമായിട്ട് ഇപ്പൊ പിടിക്കും വെച്ചിട്ട് കാത്തിക്കുക. അയാൾ പെട്ടെന്ന് ഈ ഞങ്ങളുടെ ഫോണിക്ക് സാറിന്റെ കയ്യിലുള്ള ഫോണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, സാറേ നിങ്ങൾ എവിടേക്കാണ് സാറേ പോണ്? നിങ്ങൾ എന്താ സ്ത്രീനെ ആ പെണ്ണിനെ നോക്കാത്തെന്താ? നിങ്ങൾ ആ പെണ്ണിനെ നോക്കി, ഓളാണ് ആന കള്ളത്തി. ഈ സ്ത്രീയെ ഞങ്ങളുടെ വനിതാ ഓഫീസർമാർ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ആ സ്ത്രീയെ പരിശോധിച്ചപ്പോൾ 2.5 കിലോ. എന്താണെന്ന് ഞാൻ പറയണില്ല കേട്ടോ, മക്കളിലുണ്ട്. അതാണ് ഗർഭം. ഞാൻ പറഞ്ഞു വന്നത്, അല്ലെ, ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഒരു സ്ത്രീയെ അമ്മ എന്ന ഒരു വല്ലാത്തൊരു വർണ്ണിക്കാനോ വിവരിക്കാനോ കഴിയാത്ത ഒരു പദവിയിലേക്ക് ഉയർത്തുന്ന ഒരു കാര്യമാണ്. എത്രയോ 10-15 വർഷമായിട്ട് ഒരു കുഞ്ഞില്ലാതെ പ്രാർത്ഥനയും ചികിത്സയുമായിട്ട് എത്രയോ പേര് നമ്മുടെ ചുറ്റിലുണ്ട്. ആ സമയത്ത് അത്രയും പവിത്രമായ പുണ്യമായ ഒരവസ്ഥയാണത്. ആ അവസ്ഥയെ പോലും ദുരുപയോഗം ചെയ്ത് മയക്കുമരുന്ന് കടത്താൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന സ്ത്രീകളും ഉണ്ട് എന്ന് ഞാൻ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. എൻ്റെ സഹോദരിമാരോട് എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് എൻ്റെ അമ്മയെയാണ്. ഞാൻ അതിന് അപ്പുറത്തൊന്നും ഞാൻ പറയില്ല. അതുകൊണ്ട് പറയുന്നത്, നിങ്ങളുടെ മനോഭാവത്തിന് മാറ്റം വരാൻ പറ്റില്ല. ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ ഒരു ക്ലാസ് കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ആ വരാന്തിലൂടെ നടക്കുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൽ തലനാത്തി നിൽക്കുന്ന ഒരു സ്ത്രീ പെട്ടെന്ന് ഞങ്ങളുടെ ഇൻസ്പെക്ടർ എൻ്റെ മുന്നിലുണ്ട്, ഞാൻ തൊട്ട് പുറകിലാണ്. ഇൻസ്പെക്ടർ തൊട്ടടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഷർട്ടിന് കയറി പിടിച്ചു, കോളറിൽ പിടിക്കുന്ന മാതിരി ഇങ്ങനെ പിടിച്ചു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവർക്ക് ഭ്രാന്താണോ? കാരണം ഒരു മാനസിക രോഗിയെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റൽ കൂടിയാണത്. ഭ്രാന്താണോ എന്ന് ചിന്തിച്ചപ്പോൾ അവർക്ക് ഭ്രാന്തൊന്നുമില്ല. അപ്പത്തൊരു ദേഷ്യത്തിന് പെട്ടെന്ന് കയറി പിടിച്ചതാണ്. അവർ പറയാണ്, നിങ്ങളൊക്കെ എന്തിനാ യൂണിഫോം നടക്കണേ? അപ്പൊ ഞങ്ങൾ ചോദിച്ചു എന്താ? അപ്പൊ പിടി വിട്ടിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ എന്തിനാ സാറ് യൂണിഫോം ഇട്ട് നടക്കണേ? നിങ്ങൾ അങ്ങോട്ട് നോക്ക്, അത് ആ സെല്ലിനകത്ത്, അതായത് ആ ഹോസ്പിറ്റലിൽ സെല്ലുണ്ട്, ആ സെല്ലിനകത്ത് കിടക്കുന്നത് എൻ്റെ മോളാ. ഓൾക്ക് 19 വയസ്സേ ഉള്ളൂ. അവൾക്ക് 3 നേരം മയക്കുമരുന്ന് കുത്തിവെക്കാതെ ജീവിക്കാൻ സാധ്യമല്ല. അവളെ ഇതിൽ പെടുത്തിയ വലിയൊരു ലോബി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? ആ സ്ത്രീയുടെ മാനസിക ആത്മരോഷമാണ്. ഞങ്ങൾ ആ ഡീറ്റെയിൽസ് മുഴുവൻ അവരുടെ അടുത്ത് എടുത്തു. മുഴുവൻ പറയാൻ അവർക്ക് പോലും പേടി. ആ കുട്ടി നന്നായി പഠിച്ചിരുന്നൊരു കുട്ടിയാണ്. +2 കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ കൊണ്ടുചെന്നാക്കി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പെൺകുട്ടികളൊക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോസ്റ്റലിലാണ് പഠിക്കണേ. 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആരുടെ ഒരു ബർത്ത്ഡേ വന്നു. ബർത്ത്ഡേ വന്ന സമയത്ത് അവള് തലേ ദിവസം പറയുന്നുണ്ട്, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. വീട്ടിലാണെങ്കിൽ അച്ചപ്പോ
നല്ല കേക്കൊക്കെ വാങ്ങും, നല്ല ആഘോഷങ്ങളൊക്കെ നടത്തും എന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാരികൾ പറഞ്ഞു, അതിനിപ്പോൾ എന്തിനാ പേടിക്കും, നമുക്ക് ഇവിടെ ആഘോഷിക്കാം, എന്തായാലും ഇവിടെ ആഘോഷിക്കാലോ എന്ന് പറഞ്ഞ് അവർ ബാംഗ്ലൂരിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ ഒരു ഭക്ഷണം അറേഞ്ച് ചെയ്യുന്നു, ആഘോഷം നടക്കുന്നു, മടങ്ങി വരുന്നു. അടുത്ത ആഴ്ച വേറൊരാളുടെ ബർത്ത്ഡേ ഒന്ന് വീണ്ടും അവിടേക്ക് പോകുന്നു, ആഘോഷങ്ങൾ നടത്തുന്നു, മടങ്ങി വരുന്നു. കേട്ടോളൂ, ചുരുക്കി പറഞ്ഞാൽ അവരവിടെ കഴിക്കുന്ന ഭക്ഷണത്തിലോ ജ്യൂസിലോ എന്തോ ഒന്നിൽ ഒരു പൊടി പോലെ ഈ മയക്കുമരുന്ന് ഇട്ട് കൊടുക്കുന്ന ലോബി അവിടെ അത് ചുറ്റിപ്പറ്റി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾക്ക് ഇതറിയാം, അവർ പോലും അറിയാതെ അവരകത്തേക്ക് ഈ മയക്കുമരുന്ന് ചെന്നു. അവസാനം നമ്മുടെ മലപ്പുറം ജില്ലയിലേക്ക് പോലും മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവരുന്ന ഒരു കാരിയറായിട്ട് ഈ പെൺകുട്ടി മാറി. ഒരു ദിവസം ഈ കുട്ടിയെ കാണാതായി. പോലീസിൽ പരാതിപ്പെട്ടു. ഹോസ്റ്റലിലില്ല, കോളേജിലില്ല, വീട്ടിലില്ല. 2 മാസം ഈ കുട്ടി എവിടെയാണെന്ന് പോലും അറിയാതെ അങ്ങനെ പോയി. അവസാനം കോടതി ഇടപെട്ട് എറണാകുളത്ത് വെച്ചുള്ള ഒരു അജ്ഞാത കേന്ദ്രത്തിൽ വെച്ച് ഈ പെൺകുട്ടി, അന്ന് 18 12 വയസ്സ് മാത്രമുള്ള ഈ പെൺകുട്ടിയെ പോലീസ് പിടിച്ചു കൊണ്ടുവരുമ്പോ കേട്ടോളൂ, 18 വയസ്സുള്ള ഒരു പെൺകുട്ടി ഏതൊക്കെ തരത്തിൽ ചൂഷണം ചെയ്യപ്പെടാം ആ തരത്തിലൊക്കെ ചൂഷണം ചെയ്യപ്പെട്ട് അവസാനം ഭ്രാന്ത് പിടിച്ച് ആ സെല്ലിനകത്ത് കിടക്കുകയാണ്. പെൺകുട്ടികൾ പോലും അടിമപ്പെടുന്നു. നമ്മൾക്ക് പരിചയമില്ലാത്ത ഒരാൾ തരുന്ന ഒരു ഭക്ഷണവും നമ്മൾ കഴിക്കരുത്. അത് പറഞ്ഞേ പറ്റൂ. പണ്ടൊക്കെ നമ്മൾ എന്താ പറഞ്ഞേ? പരസ്പരം കൊടുത്തും വാങ്ങിയും അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചിട്ട് തന്നെ നമ്മൾ ജീവിക്കണം. ഭക്ഷണം അങ്ങോട്ട് കൊടുക്കണം, ഇങ്ങോട്ട് കൊടുക്കണം. അതൊക്കെ സൗഹൃദപരമായിട്ടുള്ള വിശ്വാസത്തോടു കൂടിയൊക്കെ ചെയ്യാം. പക്ഷെ വിശ്വാസമില്ലാത്തൊരു ഗ്യാങ്, നമ്മൾ അറിയാത്ത കുറച്ച് പേര് ആ ഗ്യാങ്ങിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും അതിനെ വിശ്വസിക്കരുത്. അതിൽ ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിൽ മയക്കുമരുന്ന് എത്തിപ്പെട്ടേക്കാം. നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ആദ്യം ഒരു ഇത്തിരി എത്തും, പിന്നെ കുറച്ച് കൂടുതലെത്തും, പിന്നെ അതിൽ തികയാതെ വരും, പിന്നെ അത് കിട്ടാഞ്ഞാൽ ഭ്രാന്ത് വരും, എന്തും ചെയ്യും. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ആദ്യത്തെ 2.5 മണിക്കൂറിനുള്ളിൽ 22 വിളികൾ വന്നു. ഒരു വിളി മാത്രം ഒരു സ്ത്രീ വിളിച്ചിരുന്നു. ബാക്കി 21 കോളുകളും, എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ, ഈ ഒരു ഇൻഫർമേഷൻ ശ്രദ്ധിച്ച് കേട്ടോളൂ. ബാക്കി 21 കോളുകളും ഈ സാധനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉപഭോക്താക്കളായിരുന്നു. ഇതിൽ 18 പേരെ ഞങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന് ഞങ്ങളുടെ കുറ്റിപ്പുറം, ഞങ്ങളുടെ ഓഫീസിന്റെ ലോക്കപ്പിന്റെ മുന്നിൽ ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കുകയാണ്. 18 പേര് ഇങ്ങനെ നിരന്ന് നിൽക്കുക. ഈ 18 പേരിൽ 13 പേരും 13 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള വിദ്യാർത്ഥികളായിരുന്നു. കേട്ടോളൂ, നമ്മുടെ പരിസര പ്രദേശത്തുള്ള പല പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികൾ അതിലുണ്ട്. അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ ഫോൺ നമ്പർ ഞങ്ങൾ വാങ്ങി എല്ലാവരെയും ഞങ്ങൾ വിളിച്ചു. ചിലവരെ വിളിക്കുമ്പോൾ ചിലർ ഓടിക്കതച്ച് ഞങ്ങളുടെ ഓഫീസിലേക്ക് വരുന്നു. 3-ാം നിലയിലുള്ള ഞങ്ങളുടെ ഓഫീസിലേക്ക് വരുമ്പോൾ ഞങ്ങൾ യൂണിഫോം ഇട്ട് ഒരുപാട് പേര് അവിടെയുണ്ട്. പരിസരം മറന്ന് ദേഷ്യവും സങ്കടവും സഹിക്കാൻ പറ്റാതെ ഞങ്ങളെ യൂണിഫോം ഇട്ട ആൾക്കാരെ കണ്ട് തള്ളി മാറ്റിയിട്ട്, ഞങ്ങളെ ഉന്തി മാറ്റിയിട്ട് ഞങ്ങളുടെ ഇടയിലൂടെ ഓടിച്ചെന്ന് സ്വന്തം മകനെ വലിച്ചിട്ട് തലങ്ങും വിലങ്ങും അടിക്കുന്നത് ഞങ്ങൾ കാണുകയാണ്. വേറെ ചിലര് വന്നിട്ടൊരൊറ്റ നോട്ടേ നോക്കിയുള്ളൂ. അവർ നോട്ടം നോക്കിയപ്പോ സ്വന്തം മകനെ കണ്ടപ്പോ പെട്ടെന്ന് തിരിഞ്ഞു പോയിട്ട് ആ മൂലയിൽ പോയിട്ട് അവരിങ്ങനെ പൊട്ടി കരയുക. മുഖം പൊത്തിയിട്ട് ചുമരിനോട് മുഖം ചാരി നിർത്തി പൊട്ടി കരയുന്നു. അപ്പൊ ഞങ്ങൾ ചോദിക്കും, എന്തിനാ കരയണേ? അപ്പൊ അവര് പറയും, സാറേ, എൻ്റെ കുട്ടിക്ക് എന്താഗ്രഹം പറഞ്ഞാലും സോറി എന്താഗ്രഹം പറഞ്ഞാലും ഞങ്ങൾ സാധിച്ചു കൊടുക്കാറുണ്ട്. ഞങ്ങൾ വലിയ പണക്കാരൊന്നുമല്ല, പൈസക്കാരൊന്നുമല്ല. എന്നാൽ പോലും എൻ്റെ മോനൊരു മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞു. സാധാരണ ഫോൺ പോരാ, വലിയ ഫോണാ ചോദിച്ചേ. ഞങ്ങൾ വാങ്ങിക്കൊടുത്തു സാറേ, ഞങ്ങളെ മോൻ്റെ ആഗ്രഹമല്ലേ. അപ്പൊ ഇന്ന് രാവിലെ പോകുമ്പോൾ അവന് ഫുട്ബോൾ കളിക്കാൻ ഡ്രസ്സ് വേണം, ബൂട്ട് വേണം എന്ന് പറഞ്ഞ് ഒരു 2000 രൂപയെങ്കിലും വേണമെന്ന് പറഞ്ഞ് ആ 2000 രൂപയും വാങ്ങിയിട്ട് അവൻ പോയതാണ് സാറേ ഇന്ന് രാവിലെ. ആ 2000 രൂപയുമായിട്ട് ഇവൻ ഈ സാധനം വാങ്ങാനാണ് പോയതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല സാറേ. ഞങ്ങളുടെ മോൻ ഞങ്ങളോട് ഈ ചതി ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല സാറേ. എത്രയോ രക്ഷിതാക്കൾ ഇതേ സെന്റൻസ് ഇതേ ടോണിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 26ാമത്തെ കൊല്ലാണ് ഞാൻ ഈ യൂണിഫോമിനകത്ത്. 26ാമത്തെ കൊല്ലാണ്. കുറച്ചു കാലം പോലീസിലും അതിനുശേഷം ഇപ്പൊ എക്സൈസിലുമായിട്ട് 26 വർഷമായി. 100 കണക്കിന് രക്ഷിതാക്കൾ ഇതേ സെന്റൻസ് ഇതേ ടോണിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കുട്ടി ഞങ്ങളോട് ഈ ചതി ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല. അതിന്റെ ഉത്തരം അതിൽ തന്നെയുണ്ട്. കേട്ടോളൂ, കരുതണമായിരുന്നു.
രണ്ടുത്തരമുണ്ട്. കരുതണമായിരുന്നു, കരുതലിന്റെ കുറവാണ്. രണ്ടുത്തരമുണ്ട്. കരുതലിന്റെ കുറവാണ്. നമ്മുടെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ കോളേജ് വിട്ട് വരുമ്പോൾ സാധാരണ അമ്മയുടെ കയ്യിൽ നിന്ന് ഉമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ചായയൊക്കെ വാങ്ങി കുടിച്ച് അന്ന് സ്കൂളിലുണ്ടായ കോളേജിലുണ്ടായ കാര്യങ്ങൾ, അത് മോളാവട്ടെ മോനാവട്ടെ, ആ കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷവും സങ്കടമായാലും അത് പറഞ്ഞ് ഉമ്മയോടോ അമ്മയോടോ ചേർന്ന് നിന്ന് അങ്ങ് നിൽക്കുന്ന മോൻ അല്ലെങ്കിൽ മോള് ഒരു ദിവസം സ്കൂൾ വിട്ട് വന്ന് അല്ലെങ്കിൽ കോളേജ് വിട്ട് വന്ന് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി വാതിലടയ്ക്കുമ്പോൾ കരുതണം, കരുതണം. ചായ കുടിക്കാൻ വിളിക്കുമ്പോൾ വരണില്ല, എനിക്ക് വേണ്ട, തലവേദനയാണ്, എനിക്ക് വേണ്ട. വൈകിട്ട് ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ എനിക്ക് വേണ്ട, എനിക്ക് വിശക്കില്ല എന്ന് പറഞ്ഞ് വാതിലടച്ച് മുറിക്കകത്തിരിക്കുമ്പോൾ കരുതണം. നമ്മുടെ മക്കളുടെ കൂട്ടുകാരാരാണെന്ന് കൃത്യമായിട്ട് നമ്മൾ അറിയണം. കൂട്ടുകാരെ മാത്രം അറിഞ്ഞാൽ പോരാ, അവരെ വീട്ടുകാരെയും അറിയണം. എല്ലാ കൂട്ടുകാരും അറിയണം, അവരുടെ ബയോഡാറ്റ മുഴുവൻ അറിയണം. നമ്മുടെ മക്കളുടെ കൂട്ടുകാരാരാണെന്ന് കൃത്യമായിട്ട് അറിയുന്ന എത്ര രക്ഷിതാക്കൾ ഇതിലുണ്ട്? ആ കൂട്ടുകാരല്ലാത്ത പുതിയൊരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി നമ്മുടെ മക്കളെ അന്വേഷിച്ച് വരുമ്പോൾ ഇതേതാണ് പുതിയൊരാള്, ആ ലിസ്റ്റിൽ പെടാത്ത ഒരാളാണല്ലോ, ഇവൻ എവിടെ പഠിക്കുന്ന അല്ലെങ്കിൽ ഇവൾ എവിടെ പഠിക്കുന്ന, ഇതാരാണ്, ഇതെന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കാൻ മറന്നു പോകുമ്പോൾ നമ്മുടെ മക്കളുടെ കൂട്ടുകാര് പ്രത്യേകിച്ച് ഒരു 16, 18, 20 വയസ്സുള്ള മക്കൾക്ക് സമപ്രായക്കാരായ കൂട്ടുകാരാണ് ഉണ്ടാവുക, അല്ലേ ഉസ്താദെ? അങ്ങനല്ലേ? 16കാരന് കൂടി വന്നവർ 17, 18 വയസ്സുള്ള 9ാം ക്ലാസ്സുകാരന് 10ാം ക്ലാസ് വരെ അല്ലെ +1 വരെയുള്ള ആൾക്കാർക്ക് കൂട്ടുകാരായിട്ട് ഉണ്ടാവും. അല്ലാതെ ഒരുപാട് പ്രായം കൂടിയ കൂട്ടുകാരുണ്ടാവോ? ഉണ്ടാവില്ല.